Hello everyone, welcome to Groww Malayalam. ഇപ്പോൾ ബെയർ മാർക്കറ്റ് കാരണം ആളുകളൊക്കെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അടുത്ത ബുൾ മാർക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് മിക്ക ആളുകളും. പക്ഷേ ബെയർ മാർക്കറ്റും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എങ്ങനെയെന്നല്ലേ? എല്ലാ ഇൻവെസ്റ്റേഴ്സും ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ആണല്ലോ നോക്കി വെക്കുക. എന്നാലോ മിക്കവാറും ഈ സ്റ്റോക്സ് എക്സ്പെൻസീവ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഒരു കമ്പനി നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻസിലും അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, ഇൻഫ്ലേഷൻ, ഉയരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയ നിരവധി ഗ്ലോബൽ പ്രോബ്ലംസ് നല്ല പണി കൊടുക്കുന്നതിനിടയിലും ചില കമ്പനീസ് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയി പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 സ്റ്റോക്സ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്സ് ആണ് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 1000 crore rupees, ലാസ്റ്റ് 5 year സെയിൽസ് ഗ്രോത്ത് മോർ ദാൻ 15%, ഡെറ്റ് ടു ഇക്വിറ്റി ഈസ് ലെസ് ദാൻ 1%, നിലവിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനേക്കാൾ കൂടുതൽ, ഇപ്പോഴത്തെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയേക്കാൾ കൂടുതൽ, നിലവിലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിനേക്കാൾ കൂടുതൽ. സ്റ്റോക്കുകളെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ബെറ്റർ ആയ പ്രോഫിറ്റ് മാർജിൻസും റിട്ടേൺസും ഉള്ള കമ്പനികൾ മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നർത്ഥം. മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ളത് ഹയസ്റ്റ് ROCE ഉള്ള 5 സ്റ്റോക്സ് ആണ്. ROCE എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ്. ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റൽ യൂസ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കുന്നതിൽ എത്രമാത്രം എഫിഷ്യന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റേഷ്യോ ആണ് ഇത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ EBIT, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതിനെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ROCE ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ROCE കമ്പനിയുടെ ഡെറ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഭയങ്കരമായി ഉപയോഗിക്കേണ്ടി വരുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടേഴ്സിലുള്ള കമ്പനികൾ ജഡ്ജ് ചെയ്യാൻ ഒരു മികച്ച മെട്രിക്സ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഭയങ്കരമായി ഉപയോഗിക്കേണ്ടി വരുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടേഴ്സിലുള്ള കമ്പനികളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു മികച്ച മെട്രിക് കൂടിയാണ് ഇത്. അപ്പോൾ ജനറലി ROCE കൂടുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ്. കാരണം കമ്പനിയുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഓവറോൾ ക്യാപിറ്റൽ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന ഐഡിയ ആണ് ROCE നൽകുന്നത്. ആൻഡ് ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് 26 സെപ്റ്റംബർ 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണ്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ പറയാൻ പോവുക. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഒപ്പം തന്നെ ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടെന്ന് അറിയിക്കുകയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ us on Facebook and Instagram also. So let's start today's video. ഇന്നത്തെ ഫസ്റ്റ് കമ്പനി മനാലി പെട്രോകെമിക്കൽ ലിമിറ്റഡ്, AM ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പാർട്ടായ ചെന്നൈ ബേസ്ഡ് പെട്രോകെമിക്കൽ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇത്. പെട്രോകെമിക്കൽ പ്രൊഡക്ട്സ് ആയ പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ, പോളിയോൾസ് ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് തുടങ്ങിയവ 30 വർഷമായി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഇത്. ഇവർക്ക് 2 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ട് ചെന്നൈയിൽ. മനാലി പെട്രോകെമിക്കൽസിന്റെ ROCE 63.02% ആണ്. പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ആൻഡ് പോളിയോൾ ഗ്രൂപ്പ് എന്നിവയുടെ മാർക്കറ്റ് ലീഡറാണ് ഇവർ എന്നതാണ് ഇവരുടെ ഒരു കീ സ്ട്രെങ്ത്. ഈ കെമിക്കൽസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഈ പ്രൊഡക്ട്സിന്റെ ഒരേ ഒരു സോൾ പ്രൊഡ്യൂസർ ഈ കമ്പനിയാണ്. അതുകൊണ്ട് ഡൊമസ്റ്റിക്കലി ഒരു കോമ്പറ്റീഷൻ ഇവർ നേരിടുന്നില്ല. ഇമ്പോർട്ടിൽ നിന്നുള്ള കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ പ്രൊഡക്ട്സിന്റെ ഒക്കെ എൻഡ് യൂസേഴ്സ് ആകട്ടെ ഇവരെ പോലെയുള്ള ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനെയാണ് ജനറലി പരിഗണിക്കാറുള്ളത്, ഫോറിൻ മാർക്കറ്റ്സ് ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു നല്ല കാര്യമുള്ളത് കമ്പനിയുടെ പ്ലാന്റ് 95 to 99% കപ്പാസിറ്റിയിലാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് കമ്പനി ഇത് ഇനിയും എക്സ്പാൻഡ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ ഈ പ്രൊഡക്ട്സിൽ വളരെ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. 85% റവന്യൂ വരുന്നത് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ആൻഡ് പോളിയോൾസിൽ നിന്നാണ്. പക്ഷേ ഇവരുടെ എൻഡ് യൂസേഴ്സ് നല്ല ഡൈവേഴ്സിഫൈഡ് തന്നെയാണ്. കമ്പനിയുടെ പ്രൊഡക്ട്സ് ഫാർമ, ഫുഡ് ഫ്ലേവറിംഗ്, ബെഡ് ആൻഡ് മാട്രസ്, അതുപോലെ ഓട്ടോ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ വിലയിലുള്ള വോളറ്റിലിറ്റി ആണ് കമ്പനിക്കുള്ള ഒരു റിസ്ക്. ഈ റോ മെറ്റീരിയൽസ് ക്രൂഡ് ഓയിലിന്റെ വിലയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാർജിൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 92.6 rupees, PE ratio 4.64, debt to equity 0.02, 5 year sales CAGR 19.89%, return on equity 47.06%, 1 year returns minus 10.78%, 5 year CAGR returns 24.04%, 200 DMA 101.93, RSI 14 39.4. ഇതിൽ നമ്മൾ 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMA
മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നാൽ 30ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം, അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. ദ സെക്കൻഡ് കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് IEX. ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എനർജി എക്സ്ചേഞ്ച് ആണ് IEX. ഇതൊരു ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇലക്ട്രിസിറ്റി, റിന്യൂവബിൾ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നിവയുടെ ഫിസിക്കൽ ഡെലിവറി ഈ പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. IEXന്റെ ROCE 63.29% ആണ്. കമ്പനിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് ഇവരുടെ വൻ വളർച്ചാ സാധ്യത തന്നെയാണ്. ഗവൺമെന്റിന്റെ സൗഭാഗ്യ സ്കീം, അതുപോലെ നഗരവൽക്കരണം എന്നീ കാര്യങ്ങൾ കൊണ്ടൊക്കെ എല്ലാ വീടുകളും വൈദ്യുതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി മാർക്കറ്റിൽ ഒരു റാപ്പിഡ് ഗ്രോത്ത് ഇത് കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റിക്കുള്ള ഈ ഡിമാൻഡ് കൂടുമ്പോൾ IEXന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലുള്ള വോളിയവും കൂടും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യയിലെ പവർ മാർക്കറ്റ് ഷെയർ 6% മാത്രമാണ്. പക്ഷേ ഡെവലപ്ഡ് എക്കണോമീസിൽ ഇത് 30 മുതൽ 80% ആണ്. തുടക്കകാലം മുതൽ 33% CAGR എന്ന നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന IEXന് ഇനിയും ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ കൂടെ കമ്പനിയുടെ സബ്സിഡിയറി ആയ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രധാന വീക്ക്നെസ് പവർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ്. അനുകൂലമല്ലാത്ത പോളിസീസ് ഒക്കെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കുറക്കാൻ കാരണമായേക്കാം. PTC ഇന്ത്യ പോലെയുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ വരവ് മാർക്കറ്റിൽ IEXനുള്ള മോണോപോളി പൊസിഷന് ഒരു ഭീഷണി ആയേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 142.85 rupees, PE ratio 41.73, debt to equity 0.01, 5-year sales CAGR 16.46%, return on equity 48.55%, 1-year returns -25.38%, 200 DMA 183.14, RSI 14 25.8. Third company Easy Trip Planners Limited. Easy My Trip എന്നും ഈ കമ്പനി അറിയപ്പെടുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്സ്, ഹോട്ടൽ ബുക്കിംഗ്സ്, ഹോളിഡേ പാക്കേജസ് തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്രാവൽ കമ്പനിയാണിത്. ഇന്ത്യയിൽ മാത്രമല്ല ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിന്റെ ROCE 65.91% ആണ്. കോവിഡിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ് ട്രാവൽ ബിസിനസിനെ ഭീകരമായി ബാധിച്ചിരുന്നു. പക്ഷേ ഈ കമ്പനി നല്ല തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ 23യുടെ Q1 എല്ലാ സെഗ്മെന്റ്സിലും കമ്പനി ഗുഡ് ഗ്രോത്ത് ആണ് കാണിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 22 കമ്പനിയുടെ ഫ്ലൈറ്റ് ബുക്കിംഗ്സ് 57% ഉയർന്നു. ഹോട്ടൽ ബുക്കിംഗ്സ് 3 ഇരട്ടിയായി, മറ്റ് ബുക്കിംഗ്സ് ഇരട്ടിയിലധികവുമായി. ഈ ബുക്കിംഗ് ഗ്രോത്തിന്റെ റിസൾട്ട് കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റിലും കാണാനായി. ഫിനാൻഷ്യൽ ഇയർ 22 കമ്പനിയുടെ അഡ്ജസ്റ്റഡ് റവന്യൂ ഡബിൾ ആയി. EBITDA 67% വളർന്നു ആൻഡ് PAT 72% വളർന്നു. ഒരു അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡൽ എന്ന നിലക്ക് മൈ ട്രിപ്പിന് ഒരു മികച്ച റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ രണ്ട് മെട്രിക്സും ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് എന്നും കോവിഡിന് മുൻപുള്ള ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും. റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്നത് ഇക്വിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കി എന്നതാണ്. ഇത് എത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ ഈസി മൈ ട്രിപ്പ് ശക്തമായ കോമ്പറ്റീഷൻ ഓൺലൈൻ ട്രാവൽ ബിസിനസ്സിൽ നേരിടുന്നുണ്ട്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിന് നല്ല പൈസയുള്ള ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളുടെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് ഇവർക്ക് ഈസി ആയിട്ട് മൈ ട്രിപ്പിന്റെ മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കാനാകും. ഈ അടുത്ത് ഈസി മൈ ട്രിപ്പിന്റെ പ്രധാന എതിരാളിയായ ക്ലിയർ ട്രിപ്പിനെ ഫ്ലിപ്കാർട്ട് ഏറ്റെടുത്തിരുന്നു. ഇങ്ങനെ ക്ലിയർ ട്രിപ്പിനുണ്ടായ തിരിച്ചുവരവ് ഈസി മൈ ട്രിപ്പിന്റെ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർജിൻസിനെ നെഗറ്റീവായി ബാധിച്ചേക്കാം. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 363.85 rupees, PE ratio 63.17, debt to equity 0.17, 5-year sales CAGR 17.75%, return on equity 52.92%, 1-year returns 29.59%, 200 DMA 352.86, RSI 14 36.1. Fourth company is Tips Industries Limited. 1996 ഫോം ചെയ്ത ടിപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മോഷൻ പിക്ചേഴ്സ് ആൻഡ് മ്യൂസിക് റൈറ്റ്സ് ഏറ്റെടുക്കുന്ന ബിസിനസ്സിലാണ്. പഞ്ചാബി ഫിലിംസിന്റെ ലീഡിംഗ് പ്രൊഡ്യൂസറാണ് ഇവർ. പല ഭാഷകളിലായി ഡിഫറെന്റ് ജോണേഴ്സിലുള്ള 29,000 സോങ്സിന്റെ മ്യൂസിക് ലൈബ്രറി ഇവർക്കുണ്ട്. പാട്ടുകളിൽ നിന്നുള്ള റോയൽറ്റീസ് ആയും ടിപ്സ് ഇൻഡസ്ട്രീസ് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ടിപ്സ് ഇൻഡസ്ട്രീസിന്റെ ROCE 86.50% ആണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കമ്പനി 40 ഹിന്ദി ഫിലിംസും പ്രൊഡ്യൂസ്
പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ബ്രോഡ്കാസ്റ്റേഴ്സിനും തിയേറ്ററിക്കൽ, സാറ്റലൈറ്റ് ആൻഡ് അതർ റൈറ്റ്സ് നൽകിക്കൊണ്ട് ഇതിൽ നിന്നും ഇവർ നന്നായി കാശുണ്ടാക്കിയിട്ടുണ്ട്. ടിപ്സ് ഇൻഡസ്ട്രീസ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓഡിയോ റൈറ്റ് കമ്പനീസ് ഇൻ ദ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. 90s ആൻഡ് 2000s മ്യൂസിക്കിന്റെ കാറ്റലോഗ് എടുത്താൽ അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നത് ഇവരാണ്. 60 വർഷത്തേക്കുള്ള കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട് ഇതിൽ ഇവർക്ക്. പിന്നെ ഇതിന്റെ കൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിംസിന്റെ റൈറ്റും ഇവർക്കുണ്ട്. കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ ഇയർ 22-ൽ കമ്പനിയുടെ മ്യൂസിക് സെഗ്മെന്റ് റവന്യൂ 50% ഉയർന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ഓവറോൾ പെർഫോമൻസ് കാണിക്കുകയും ചെയ്തു. ചിലവ് കുറഞ്ഞ ഡേറ്റ, സ്മാർട്ട് ഫോൺ പെനട്രേഷന്റെ വളർച്ച, യൂട്യൂബ് പോലെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിന്റെ വരവ് എന്നിവ കമ്പനിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്ത ഡിമാൻഡ് ഡ്രൈവേഴ്സ് ആണ്. ആമസോൺ പ്രൈം മ്യൂസിക്, ഗാന, സാവൻ എന്നീ OTT പ്ലാറ്റ്ഫോംസിൽ നിന്നുള്ള ടിപ്സിന്റെ റവന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യക്കാർ കൂടുതലും OTT പ്ലാറ്റ്ഫോംസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് OTT പ്ലാറ്റ്ഫോംസിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ ഇനിയും കൂടിയേക്കാം. ഫിലിം ഇൻഡസ്ട്രിയുടെ വാല്യൂ ചെയിനിന്റെ പല സെഗ്മെന്റ്സിൽ പ്രസൻസ് ഉള്ള മറ്റു മീഡിയകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ സൈസും ഓപ്പറേഷൻസിന്റെ സ്കെയിലും ഇപ്പോഴും ചെറുതാണ്. ഇവരൊക്കെയും ടിപ്സ് ഇൻഡസ്ട്രീസിൽ നിന്നും നല്ല കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. സാരേഗമ പോലെയുള്ള ലാർജ് മീഡിയ കോൺഗ്ലോമറേറ്റ്സിന് താരതമ്യേന കൂടുതൽ ബാർഗെയിനിങ് പവർ ഉണ്ട് എന്നതും കോണ്ടന്റ് എളുപ്പത്തിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ടിപ്സ് ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റബിലിറ്റിക്ക് ഒരു വെല്ലുവിളിയാണ്. മാത്രമല്ല പൈറസി മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റബിലിറ്റിയെ കാലങ്ങളായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചീപ്പ് ആൻഡ് ഇന്നോവേറ്റീവ് സോഫ്റ്റ്വെയർ ഓർ ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട് പൈറസി ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1576 rupees, PE ratio 27.09, debt to equity 0, 5-year sales CAGR 23.59%, return on equity 62.96%, 1-year returns 36.96%, 5-year CAGR returns 90.43%, 200 DMA 1576.03, RSI 14 25.45. അപ്പോൾ ഇനി ഇന്നത്തെ ലാസ്റ്റ് കമ്പനി വിച്ച് ഈസ് EKI എനർജി സർവീസസ് ലിമിറ്റഡ്. ക്ലൈമറ്റ് ചേഞ്ച് അഡ്വൈസറി സർവീസസ്, കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ്, ബിസിനസ് എക്സലൻസ് അഡ്വൈസറി ആൻഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഓഡിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് EKI എനർജി സർവീസിൻ്റേത്. ഈ ടേംസ് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് തോന്നിയേക്കാം. ഡോണ്ട് വറി, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ കമ്പനിക്കും ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാൻ അനുവാദമില്ല. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എക്സാമ്പിളിൽ കമ്പനി ബിയുടെ കാർബൺ എമിഷൻസ് ലിമിറ്റിൽ അധികമാണ്, എയുടേത് ലിമിറ്റിന് ഉള്ളിലുമാണ്. അപ്പോൾ എ എന്ന കമ്പനിക്ക് അഡീഷണൽ കാർബൺ ക്രെഡിറ്റ് റിവാർഡ് ചെയ്യും. ഈ കാർബൺ ക്രെഡിറ്റ്സ് കമ്പനികൾക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഈ പ്രോസസ്സിൽ EKI എനർജി സർവീസസ് കൺസൾട്ടൻസി ആൻഡ് അഡ്വൈസറി സർവീസസ് നൽകുന്നു. ഒരു കമ്പനിക്ക് കാർബൺ എമിഷൻസ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്വൈസറി ആൻഡ് കൺസൾട്ടൻസി സർവീസും EKI എനർജി സർവീസസ് നൽകുന്നുണ്ട്. EKI എനർജി സർവീസസിന്റെ ROCE 236.4% ആണ്. മെയിൻറ്റെയിനിങ് കാർബൺ ക്രെഡിറ്റ്സ് ടു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ലീഗൽ ഫോർമാലിറ്റീസ് ആൻഡ് ട്രേഡിംഗ് ഓഫ് ക്രെഡിറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോസസ്സും EKI എനർജി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 40+ കൺട്രീസിൽ ഇവർ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ എല്ലാ ഇൻഡസ്ട്രികളിലും വളർന്നു വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ്സും എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസിൽ കൂടി വരുന്ന ഫോക്കസുമാണ്. ഇത് കാരണം കമ്പനിയുടെ സർവീസസിനുള്ള ഡിമാൻഡ് കുത്തനെ കൂടുന്നുണ്ട്. പിന്നെ ഈ കാർബൺ ക്രെഡിറ്റ്സിന്റെ ട്രേഡിംഗ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനിക്കുള്ള ഡിമാൻഡ് കൂടുതലായിരിക്കുമല്ലോ. കാർബൺ ട്രേഡിംഗിൽ നിന്നും കാര്യമായ റവന്യൂ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. കമ്പനിയുടെ സെയിൽസ് കഴിഞ്ഞ 3 വർഷം റാപ്പിഡായി വളർന്നിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ വർഷം 843.5%-ൽ നിന്നും വളർന്നു. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഫിനാൻഷ്യൽ ഇയർ 2021-ലെ 13.3%-ൽ നിന്നും ഫിനാൻഷ്യൽ ഇയർ 2022 എത്തിയപ്പോൾ 28.7%-ആയി ഉയർന്നു. കാർബൺ ക്രെഡിറ്റ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ കാര്യമായി ആശ്രയിച്ചാണ് കാർബൺ പ്രൈസിംഗ് നിലനിൽക്കുന്നത്. കാർബൺ ക്രെഡിറ്റ്സിന്റെ വർദ്ധിച്ച സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് കമ്പനിയുടെ പ്രൈസിംഗിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അത് കമ്പനിയുടെ മാർജിൻസിനെ ബാധിക്കുകയും ചെയ്തേക്കാം. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1462.8 rupees, PE ratio 8.79, debt to equity 0, 5-year sales CAGR 228.58%, return on equity 176.45%, 1-year returns 116.61%, RSI 14 25.4. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ആ 5 സ്റ്റോക്കുകൾ. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.